Hey ദോസ്തീസ്, നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ച കന്യാകുമാരിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു. അതേപോലെ കന്യാകുമാരിൻ്റെ ഐശ്വര്യമായ വിൻഡ് ഫാമാണ്. അത് വിൻഡ് ഫാം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കാറ്റാടിത്തോട്ടം കന്യാകുമാരിൻ്റെ ഒരു ഐശ്വര്യമാണ്. കാർഷിക വിളക്കൊക്കെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു 80% അവിടുന്ന് നിന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഹൈവേ ആണ്, ഇത് പനവേൽ കന്യാകുമാരി ഹൈവേയുടെ ഭാഗമായിട്ടുള്ള തമിഴ്നാടിൻ്റെ പ്രദേശത്തുള്ളതാണ് ഇത്. അപ്പോൾ ഇത് ഏകദേശം പണി നിർത്തിവെച്ച പോലെ ഉണ്ട്, കുറേ കാടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ ഇത് വൈകിട്ട സമയം നമ്മൾ നേരെ പോകുന്നത് എവിടത്തേക്കാണെന്ന് വെച്ചാൽ പാറശാലയിലേക്കാണ്. പാറശാലയിൽ പോയിട്ട് അവിടെ നമ്മൾ ബോർഡർ കേരള തമിഴ്നാട് ബോർഡറിൽ വണ്ടി നമ്മൾ അവിടെ ചവിട്ടും. എന്നിട്ട് അവിടെ നിന്ന് വേണം അങ്ങോട്ട് പോകാൻ. കന്യാകുമാരിയിൽ ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു, ഒരു ചൊത്താവിൽ. കാരണം ഇന്നലെ ഭക്ഷണം കഴിച്ചിടുന്നു, അത് താജ് ഹോട്ടലിൻ്റെ ഒരു മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചൊത്താവിള എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമെന്നൊക്കെ. പക്ഷെ അങ്ങ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പറ്റിയില്ല, അത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് പാറശാല മുതൽ എല്ലാ ബീച്ചുകളും ഇങ്ങനെ കേന്ദ്രീകരിച്ച് അടിപൊളിയായിട്ട് തീരങ്ങളും ഹാർബറും മീൻ പിടിക്കുന്നു അതും ഇതുമൊക്കെ. ആ ഹാർബറിന് ഈ ബീച്ചിൻ്റെ ഭംഗി എന്ന് പറഞ്ഞറിയിക്കാത്ത അത്ര സുന്ദരമായ ബീച്ചുകളാണ് നമ്മൾ കേരളത്തിലുള്ളത്. അപ്പോൾ നങ്ങോളമുള്ള ബീച്ചുകളുടെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ വീഡിയോയിലുണ്ട്. അവർ കൂടെ ഒന്നിച്ച് നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇത് പല ടൈമുകളായിട്ടാണ് വീഡിയോ അപ്ലോഡായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്ഡേറ്റ് ആയിട്ട് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയതെന്ന് വെച്ചാൽ പാറശാല കളിക്കാവ് എന്ന് പറഞ്ഞ്, കളിക്കാവ് കഴിഞ്ഞിട്ടാണ് പാറശാല. അപ്പോൾ കളിക്കാവിലൊരു റൂം എടുത്ത് താമസിച്ച് ഇവിടുന്ന് നാളെ നമ്മൾ രാവിലെ ആരംഭിക്കും. ഇത് കളിക്കാവ് പടന്തൽമൂട് കേരള തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇതിൻ്റെ ഒന്നിച്ചിട്ടുണ്ട് സംഭവം വരും. ഞാനിവിടെ ഇറങ്ങി കുറച്ച് കാര്യം കാണിച്ചു തരാണ്. ഭയങ്കര സംഭവമുണ്ട്. നമസ്കാരം, ഷമീർ ഹോസ്യം. ഇന്ന് എൻ്റെ വണ്ടർഫുൾ കേരളയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഇവിടെ വരുമ്പോൾ കേരളത്തിലാണ്. പടന്തൽമൂട് എന്ന സ്ഥലത്ത്, തമിഴ്നാട് കേരളത്തിൻ്റെ ബോർഡർ പടന്തൽമൂട് എന്ന സ്ഥലത്ത് നിന്ന് ചെറിയൊരു ഭാഗം കേരളത്തിലുണ്ട്. ഈ ഭാഗം തമിഴ്നാടാണെങ്കിൽ, കന്യാകുമാരിൻ്റെ ഭാഗമാണെങ്കിൽ, ഈ ഭാഗം തിരുവനന്തപുരത്തിൻ്റെ ഭാഗം. ഇതാണ് ഇത് കേരളത്തിൻ്റെ ഭാഗമാണ്. ഇത് കേരളം അല്ലേ? ഈ ഭാഗം കേരളം. ഈ ഭാഗം മുഴുവൻ എവിടം വരെ പോന്നെ? കളിക്കള വരെ. പാറശാല ഈ രണ്ട് സൈഡും കേരളം. അപ്പൊ കളിക്കള വരെ ഒരു സൈഡ് ഇങ്ങനെ ഒരു വാളായിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പൊ ഈ ഷോപ്പെല്ലാം കേരളത്തിന്റെ ലൈസൻസ്, ഈ ടാക്കീസ്, താഴത്തെ ടാക്കീസ് ഒക്കെ ഇതല്ലേ? അപ്പൊ അതാണ് അവസ്ഥ. ഇവിടെ കേരളം, അവിടെ തമിഴ്നാട്, ഇവിടെ തമിഴ്നാട്, ഇവിടെ തമിഴ്നാട്. കന്യാകുമാരി ഡിസ്ട്രിക്ട് പടന്തൽമൂട് എന്ന സ്ഥലത്താണ് ഇത്. ഇതായത് ഈ ഷോപ്പുകാരൊക്കെ തമിഴ്നാട് ലൈസൻസ് ആണെങ്കിൽ ഈ ഷോപ്പുകാരൊക്കെ കേരളത്തിന്റെ ലൈസൻസ്. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. കേരളത്തിൽ നിന്ന് ആരംഭിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേരളത്തിന്റെ ആണ്. ദാച്ചാസനൊക്കെ ഉണ്ട്. തമിഴ്നാടിൻ്റെ ആണല്ലേ ഈ ഷോപ്പ് വരുന്നത്. ഷോപ്പും വരുന്നത് ഈ ടാക്കീസിൻ്റെ സൈഡ്, ഈ ടാക്കീസിൻ്റെ കോണ് വഴി ഇങ്ങനെ കേരളം ആണ്. ഇങ്ങോട്ടൊക്കെ തമിഴ്നാട്, കന്യാകുമാരി. കളിക്കാവിൽ പെട്രോൾ ഫുള്ള് ആക്കിയിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ തമിഴ്നാടിൻ്റെയാണ്. തമിഴ്നാട്ടിൽ റേറ്റ് വരുന്നത് എത്രയാണ്? 95-50 ഞങ്ങളവിടെ വരുമ്പം 98-47 കളിക്കാവ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ പാറശാലയിലോട്ട് വരുന്ന റേറ്റ് കേട്ടോ. അപ്പം ഏകദേശം എത്ര വരുന്നുണ്ട്? 96-98 3 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏകദേശം ഞാനിപ്പം അങ്ങനെ വരുമ്പം മാഹിന്ന് അടിച്ചു, അവിടെ ഒരു 10-12 രൂപയുടെ മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ 3 രൂപയുടെ മാറ്റം. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് തന്നെ അങ്ങോട്ടേക്ക് യാത്ര പോകാം. അപ്പോൾ ഇപ്പം പോകുന്നത് പൂവാർ ഐലൻഡിലോട്ടാണ് കേട്ടോ. പൂവാർ ഐലൻഡ് കാണേണ്ട ഒരു ഭംഗിയുള്ള സ്ഥലം കൂടിയാണ്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂവാർ ഐലൻഡ് ബോട്ടിങ്. ഓക്കെ, ഇത് കേരള. ഇത്
ഇത് തമിഴ്നാട് ഈ പെട്രോൾ പമ്പ്. അപ്പം അങ്ങനെയാണ് കിടക്കുന്നത്. ഇതാണ് പെട്രോൾ പമ്പ് ഇവിടുത്തെ റേറ്റ്. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 98 കിലോമീറ്റർ ആണെങ്കിൽ പാറശാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 43 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് ഇതിപ്പം റോഡ് പാറശാല എത്താനാവുന്നേ ഉള്ളൂ. കളിക്കാവ് ടൗണ് കഴിഞ്ഞ് പാറശാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ഹൈവേ ഇപ്പം 6 വരി പാത ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഹൈവേയിലൊക്കെ ഞങ്ങൾ പോയി ഇറങ്ങുക. സാധാരണ ഈ റോഡ് പഴയ ഉള്ള റോഡാണ്. അപ്പോൾ പുതിയ ബൈപ്പാസിലൂടെ നമുക്ക് പോവാം. ബൈപ്പാസ് കേരളത്തിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞു, തമിഴ്നാട്ടിൻ്റെ പണി തുടങ്ങിയിട്ടില്ല, അവിടുന്ന് തുടങ്ങിയിട്ടില്ല. അതും കൂടി കാണിച്ച് പോവാം. കളിക്കാവിലെ ടൗണാണിത്. അത്യാവശ്യം നല്ല ടൗണാണ്. ഈ ടൗണ് പാറശാല വരെ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ഭാഗത്തും കന്യാകുമാരിയിൽ പെട്ടതാണ്, അതായത് തമിഴ്നാട്ടിൽ പെട്ടതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ചങ്ങോട്ട് പോയി ഒരു വാല് പോലെയാണ് കേരള ബോർഡർ വരുന്നത്. ഇത് മാർക്കറ്റ്, ഇത് ബസ് സ്റ്റാൻഡ്, കളിക്കാവിടെ ബസ് സ്റ്റാൻഡാണ് ഇത്. പാറശാലയുടെ ടൗണാണ് ഇത് കേട്ടോ. HP ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റലുണ്ട്. കേരളത്തിൻ്റെ സ്റ്റേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് ബസ്, കേരളത്തിൻ്റെ സ്റ്റേറ്റ് ബസ്, KSRTC. നമ്മ കേരളത്തിൽ എത്തിയ ഉടനെ തന്നെ ഇത് റോഡൊക്കെ ഒന്ന് അസലായിട്ടുണ്ട്. സൂപ്പർ റോഡുകൾ കാര്യങ്ങളൊക്കെ വന്നു. സുന്ദരമായ ഒരു പള്ളി ഇവിടെ ഉണ്ട്. അപ്പുറത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. പഴയ NH ആണ് കേട്ടോ. ഇത് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ബൈപ്പാസിലേക്കാണ്. ഇത് 4 വരി ആവാൻ വേണ്ടി പോകുന്നൊരു റോഡും കൂടിയാണ്. ഇത്രയും വരുമാനമുള്ള കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമായ ഭയങ്കര സങ്കടമുണ്ട്. അടിപൊളി കന്യാകുമാരി. ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന് പിന്നിൽ. ചാച്ചൻ അതാണ് പറയുന്നത്. ഓക്കെ, എപ്പടി ഇത് കേരള തമിഴ്നാട് വന്നത്? இல்ல இது வந்தது நம்ம தமிழ் எப்படி அப்புறம் அங்கே கேரளா ஸ்டேட்டாட்டு இருந்ததாட்டு அங்கே தனியாட்டு ஒரு ஸ்டேட்டு പഴയ കാലത്ത് നേശമണി വെച്ചിയിലെ നെല്ലുണ്ടോ ഒരു MP ഉണ്ടായിരുന്നു. ഒരു കന്യാകുമാരി ജില്ലയെ പിരിച്ചെടുത്തത് നേശമണി ഒരു വക്കീലാണ്. ഡൽഹിയിൽ പോയി അയാൾ അന്നത്തെ കാലത്ത് ഡൽഹിയിൽ പോയി ആർഡർ വാങ്ങിച്ചാണ് തമിഴ്നാട്. പിന്നെ അത് പോയിട്ട് പട്ടം താഴ്ന്നുമ്പുള്ള വന്നപ്പോഴേ ഈ കന്യാകുമാരി ജില്ല തമിഴ്നാട് പോയി കന്യാകുമാരി ജില്ല മദ്രാസിൽ മറ്റേത് കേരള സ്റ്റേറ്റ്. ആ പട്ടം താഴ്ന്നുമ്പുള്ള അയാൾ ഒരു നായരാണ്. കളിക്കളയ്ക്ക് നെയ്യാറ്റിൻകര കഴിഞ്ഞ നാടാർ സമുദായം ഉണ്ട്, കേരളത്തിലുണ്ട്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഈ അയാൾ ജാതി മതം അനുസരിച്ച് അയാളെ നാടാന്മാരാണോ കൂടുതൽ ഇങ്ങോട്ടുള്ളത്. അവർക്ക് തൊഴിൽ കരിമ്പന ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? കരിമ്പന ചെത്താണ് ജോലി. മനസ്സിലായി? ഇത് കളവൊന്നുമില്ല. എനിക്ക് ഒരു 80 വയസ്സിന് താഴെ വരെയൊക്കെ ആയി. നല്ല അന്നത്തെ കാലത്ത് നല്ല ആഹാരം ഫിസ്റ്റർ അടിച്ചത് കൊണ്ട് എനിക്ക് പയ്യെ നടന്നു വരാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നാടന്മാർ സമുദായത്തെ റിസർവ്, അന്നത്തെ കാലത്ത് റിസർവാണ് അവർക്ക് സൈഡ്. അന്നേരം അതിൻ്റെ കന്യാകുമാരി തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പോയി ഇവിടെ കുറച്ച് വഴക്ക് കൊണ്ടായിരുന്നു. പട്ടം താഴ്ന്നുള്ള നായർ. അതായിരിക്കട്ടെ, നമുക്ക് സമുദായം ഇപ്പം ഇല്ല. എന്നാലും അയാൾ ജാതി അനുസരിച്ച് പന ചെത്തുന്നവരെ കാണുമ്പോൾ പിടിച്ചു റിസർവ് പോലീസെ കൊച്ചു അടിച്ചു ഭയങ്കര അടിയിരുന്നു. അങ്ങോട്ടൊക്കെ ഇയാളെ കന്യാകുമാരി വരെ ഉണ്ടല്ലോ, കന്യാകുമാരി വരെ അടുപ്പിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ജേഗി പെൻഷൻ മുതിർന്ന പെൻഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് തനിയായിട്ട്. അന്ന് അടി കൊണ്ടവർക്ക് 1-2 വയസ്സന്മാർ കാണും. ഇപ്പോൾ വേറെ കുറേയൊക്കെ എല്ലാം പോയി. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് 1 കിലോമീറ്റർ അവിടെ നിന്ന് ഒരു
ചെത്തിക്കൊണ്ട് വരുന്ന സമയത്ത് പനിയെന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തോക്കെടുപ്പോൾ മുറി ഇടിച്ചും കൊണ്ടോ ആ പനിയാറ് കരിമ്പന ചെറുന്നവനെ അപ്പൊ പിടിച്ചു. അന്നേരം താലീക്കശ്ശേരിയിലെ ഒരു നായന് അന്നത്തെ കാലത്ത് ഒരു ഒറ്റക്കാള വണ്ടിയാണ് ഉള്ളത്. അത് കൊണ്ട് അയാൾ കണ്ടു ഇത് ഞങ്ങളുടെ ആളാണ്, ഉടനെ വിട്ടുകൊണ്ട് പോയി. അങ്ങനെ ഭയങ്കര അട്ടകാശം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ അപ്പോൾ കൊച്ചാണ്. എത്ര വയസ്സ് ഇപ്പൊ ഒരു അന്നേരം ആ സമയത്ത് അപ്പോൾ പൊടി അപ്പോൾ വയസ്സൊക്കെ അങ്ങനെ ഒക്കെ 4 പഠിച്ച സമയം, 4ാം ക്ലാസ് മലയാളം വേണമെന്ന്. എന്താ സ്റ്റേറ്റ് മാറും മുമ്പേ കേരള സ്റ്റേറ്റിലോ കന്യാകുമാരിയായിരുന്നു. ഒരു സ്റ്റേറ്റ് ഇവർക്ക് കന്യാകുമാരി ജില്ല ഭയങ്കര വരുമാനമാണ്. ബോർഡർ വരുന്നത് ഇവിടെ അവിടെ ഒരു ആള് നിൽക്കല്ലേ ലാസ്റ്റ് ഒരു ഭാഗം ഇടത് സൈഡ്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഇടത് സൈഡ് കേരള സ്റ്റേറ്റ്. അങ്ങനെ കോണാർ വില്ലേജാണ് ഏരിയ. സ്ഥലത്തിന്റെ പേരെന്നാ അവിടെ പടംതാൽമൂടോ ആലുമൂടോ എന്ന് പറയും. ഇതൊക്കെ സത്യമാണ്, കള്ളം പറയില്ല. എനിക്കെന്ത് കിട്ടാനോ? ഇവിടുത്തെ പേര് പടംതാൽമൂട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡിപ്പോ. ഇവിടുന്ന് അങ്ങനെ തുടങ്ങുന്നല്ലേ? അപ്പൊ അങ്ങനെയാണ് കേരളം കന്യാകുമാരി തിരിഞ്ഞത്. അപ്പൊ അച്ചാച്ചന്റെ ഇത് കേട്ടില്ലേ, ചരിത്രം എന്താണ് സംഭവം, എങ്ങനെ എപ്പടി കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് പോയി എന്നല്ല. അതാ തിരുവനന്തപുരത്തോട്ടുള്ള ബൈപ്പാസിലോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് നാഷണൽ ഹൈവേ 66, പുതിയ റോഡ്. ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് പണി കഴിഞ്ഞ് വരുന്ന ആ റോഡിൻ്റെ ഭാഗമാണിത്. നിങ്ങൾക്കറിയാം NH66ൻ്റെ ലെങ്ത് എത്രയാണ്? 1640 കിലോമീറ്ററാണ്. മഹാരാഷ്ട്രൻ്റെ പനവേലിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരിയിൽ കേരളത്തിലൂടെ പോയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 വരിയുണ്ട്, ചില സ്ഥലത്ത് 6 വരി പാതയുണ്ട്. ഏറ്റവും നീളം കൂടിയ പാത ഇന്ത്യയിലെ NH44 ആണ്. അത് കന്യാകുമാരിയിൽ തുടങ്ങി ബാംഗ്ലൂർ വഴി നേരെ പത്താൻകോട്ട് കാശ്മീർ പോയി അവസാനിക്കുന്ന അതാണ്. 4112 കിലോമീറ്റർ മറ്റോ ആണ് അതിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ ഈ വീട് നിങ്ങൾ കാണുന്നില്ല. അപ്പം ഇന്നലെ നമുക്ക് അബദ്ധം പറ്റിയതാണ്. ഞാൻ ഇതിലേ വന്നിട്ട് നേരെ ബൈപ്പാസ് അവസാനിക്കുന്ന കാര്യം ഞാൻ അറിയണ്ടായിരുന്നില്ല. ഇതിപ്പം ബൈപ്പാസ് അവസാനിച്ചു. ഇവിടെ കേരളത്തിൻ്റെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് വളരെ 4 വരി പാത തന്നെ, 6 വരി പാതയോളം 2 സൈഡ് സർവീസ് റോഡൊക്കെ ആയിട്ട് മനോഹരമായിട്ട് അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു പോകുമ്പം കാണാം. ഇത് ഈ എവിടം വരെ ആയി എന്നുള്ളതാണ്. ഇവിടെ കുറേ സ്വാമിമാർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു ഇനി എങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവും, കന്യാകുമാരി പോകണം അണ്ണേ എന്നെ പണ്ണും ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത്ത പോകാൻ മുടിയാതെ ഇത് റോഡ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം തിരിച്ചിട്ട് സർവീസ് റോഡ് വഴി കയറിയിട്ട് നേരെ വേറെ റോഡ് പിടിക്കുക ചെയ്ത്. ഇതാണ് ഈ തമിഴ്നാടിൻ്റെ ഭാഗമാണ് അപ്പുറത്താ ദൂരെ കാണുന്ന ആ സ്ഥലം. കേരളത്തിൻ്റെ വളരെ ക്ലിയർ ആയിട്ട് സംഭവം ഫിനിഷ് ആയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഭാഗം ഇങ്ങനെയാണെന്നുള്ളത്. കേരളത്തിൻ്റെ ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഭാഗം ഇവിടെ ചെറിയൊരു പെട്ടിപ്പീടിക കാണുന്നുണ്ടോ? ഇവിടുന്ന് ഈ റോഡ് വഴിയാണ് ഇങ്ങനെ പാറശാലയിലോട്ട് പോകേണ്ടത്. പാറശാല എന്ന് പറയുമ്പം അപ്പുറത്തെ ജംഗ്ഷനിലാണ് വരുന്നത്. അവിടെ പഴയ റോഡ് അതിലെയാണ്. ഇത് ബൈപ്പാസാണ്. ബൈപ്പാസ് ഇവിടെ അവസാനിക്കാൻ കേരളത്തിൻ്റെ ബൈപ്പാസ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഈ അപ്പുറത്തൊക്കെ തമിഴ്നാടാണ് കേട്ടോ. ശരിക്കും വരുന്നത് ബൈപ്പാസ് കുറച്ച് അപ്പുറമുണ്ട് ആ ജംഗ്ഷൻ. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് തമിഴ്നാടിൻ്റെ ഇത് വരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ റോഡ് ഇവിടെ. പക്ഷെ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നതൊക്കെ മലയാളം തന്നെയല്ലേ? മലയാളം വരുന്നല്ലേ? അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് വെള്ളം വാങ്ങുമ്പോൾ ഞാൻ വെറുതെ ചൂണ്ടിക്കാണിച്ച പഴമൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പം പഴം എനിക്ക് തന്നിട്ട് പൈസ വാങ്ങിയിട്ടില്ല. കേട് കളയാൻ വേണ്ടി പോകുന്നതാന്ന് പറഞ്ഞു ഞാൻ.
അപ്പോൾ പഴം അമ്മച്ചി തന്നു, അമ്മച്ചിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരും. ഇനി കത്തിച്ച് പോട്ടെ. 110 വരെ സ്പീഡിൽ ഇവിടെ പോകട്ടോ, മാക്സിമം അപ് ടു അവിടം വരെ പോവാം. പൂവാർ റോഡ് റെഡി. വാ മോനെ വാ, എന്താ റോഡ്. ഞാനിപ്പോൾ എന്തിനായിട്ട് ഇറങ്ങിയെന്നറിയാം. ഇതിപ്പോൾ ഇറങ്ങി നോക്കുകയാണ് എത്ര ഹൈറ്റ് ഉണ്ട്. കാരണം എങ്ങനെയാണ് അങ്ങോട്ടേലൊക്കെ പോവുക എന്നുള്ള ആലോചനയിലാണ് ഞാൻ ഉള്ളത്. അങ്ങനെ നടന്നു നോക്കിയതാണ്. നല്ല ഹൈറ്റാണ്. പുതിയ നമ്മളെ നാട്ടിലൊക്കെ വരുന്ന ഹൈവേയുടെ ഹൈറ്റാണ് ചില സ്ഥലങ്ങളിൽ. നമ്മൾ വർത്താനം പറഞ്ഞ് പൂവാറിലെത്തി. പൂവാർ ഐലൻഡിലാണെന്നുള്ളത്. പൂവാർ ഐലൻഡിൽ ഉള്ളത് നല്ല റൈഡിങ് ആണ്, ബോട്ട് റൈഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് ഓഫീസുകളുണ്ട്, ബോട്ട് റൈഡിങ്ങിൻ്റെ സംഭവങ്ങളുണ്ട്. നേരെ ബോട്ടിലേക്ക് ഇറങ്ങാൻ പോവാം. അപ്പോൾ ഇതാണ് ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ. എൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. 1.5 മണിക്കൂർ 2500 ചാർജ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിംഗ് ചെയ്താൽ അത്യാവശ്യം കുറച്ച് തരും. അടിപൊളി, പെർഫെക്റ്റ് ലുക്ക് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. സൂപ്പർ. മുന്നിൽ ബോട്ടുണ്ടല്ലോ. നമുക്ക് ക്യാമറ അത്ര നമുക്ക് വൈഡായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറികടന്നിട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ സ്പീഡ് മറികടന്നു. ഇത് പൂവാർ ദർഗാ ഷെരീഫാണ്. ഇവിടെ ഒരു സീക്രട്ട് സ്ഥലത്തുമാ. ഇവിടെ വെച്ചാണ് പോലും അനഗോണ്ട സിനിമയിലെ അതിലെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് എന്നാണ് ഇവർ ബോട്ട് ഓടിക്കുന്ന ആളാണ് ഇപ്പം പറഞ്ഞറിവ്. പേര് സോജൻ. ഇത് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടോ ഏകദേശം? 10 കിലോമീറ്റർ. സോജൻ ആൾ ഉഷാറാട്ടോ. ചെറുപ്പം മുതലേ ബോട്ടിംഗ് ആണ്. എല്ലാം അറിയാം. പ്ലേസൊക്കെ കുറേ ടൂറിസ്റ്റ് പ്ലേസൊക്കെ അവൻ പറഞ്ഞാന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ സോജൻ ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോകാൻ നമ്മളെ. ലൈവ് ഗ്രാബ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ലൈവായിട്ട് കിട്ടുന്ന ഒരു നോൺ വെജ് റെസ്റ്റോറൻ്റ് ആണ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. നല്ല ടേസ്റ്റ്, നല്ല മീറ്റുള്ള. അടിപൊളിയാ, മീറ്റുള്ളയാ. ലൈവ് ക്രാബ് ഇവിടെ ഓർഡർ കൊടുത്താൽ പോയി വരുമ്പോഴത്തേക്കും റെഡിയാക്കി വെക്കുന്നു. ഔ എൻ്റെ അപ്പേ, വലുതാ. അടിപൊളി. ഇതൊരു 5 ആക്കുന്ന ഉണ്ടല്ലോ. ഇതന്നെ കുക്ക് ചെയ്യോ അല്ല വേറെ അടുത്ത് കുക്ക് ചെയ്യണം? ഇതന്നെ ഉള്ളല്ലേ. ഇത് എവിടുത്തെ സാധനം? കാലില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം. ഞണ്ടില് ടേസ്റ്റ് ഉള്ള കടലിനുണ്ടല്ലോ. എങ്ങനെയാ അതിന്റെ റേറ്റ്? ഇത് 3500 രൂപ. 3500 രൂപ. ചെറുത് 1000 രൂപ അല്ലേ? പക്ഷെ വലുതാണ്. അതിൻ്റെ ക്രാബ്, അടിപൊളി ക്രാബ്. പക്ഷേ 3500 രൂപ. പിന്നെ അത് ടൈമും ആവും. അപ്പോൾ നിങ്ങൾ നേരെ വിട്ടു. അടുത്ത ഗോൾഡൻ സാൻഡ് ബീച്ചാണ്. ഇവിടെ ഗോൾഡൻ സാൻഡാണ്. അവിടത്തോട്ടാണ് പോകുന്നത്. കടലും റിവറും വന്ന് ചേരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കേട്ടോ കാണുന്നത്. അത് കടൽ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ അടക്കം എടുത്ത് അങ്ങോട്ട് പോകുന്നു അല്ലേ? ബോട്ടടക്കം എടുത്ത് അങ്ങ് പോകും അല്ലേ? ഗോൾഡൻ സാൻഡ് അടിപൊളി. നോക്ക് അവിടെ അത് ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് കേട്ടോ. അത് ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് അവിടെ കിടക്കുന്നത്. അതിന് അവിടെ നിങ്ങൾക്ക് താമസിക്കാം. പക്ഷേങ്കിൽ
2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്യണം, അത്രയ്ക്കും ബിസിയാണ്. ഇതിങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ വന്നത് അങ്ങ് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതാണ് ഇത് ഗോൾഡൻ സാൻഡ്. അത്രയ്ക്കും ക്ലിയറും വൃത്തിയുള്ള സാൻഡാണ്. ഉണ്ടോ ഇതൊക്കെ ഗോൾഡൻ സാൻഡ്, അടിപൊളി. വാ വാ മോനെ വാ വാ മോനെ. ദാഹിക്കുന്നുണ്ട്, നല്ല വെള്ളം മുഴുവനും കുടിക്കാൻ ബോധ്യമുണ്ട്. അടിപൊളി സംഭവം, സൂപ്പറല്ലേ. വാ ആ ഭാഗത്താണ് ചേരുന്നത്, കടലും പുഴയും. പേന് മുഴുവൻ തന്നെ അടിപൊളി. വാ സൂപ്പർ, അടിപൊളി. അതായത് അങ്ങോട്ട് പോകാൻ പാടില്ല, കൂടുതൽ അങ്ങോട്ട് പോകാൻ ഇവിടെ വിടില്ല, സെക്യൂരിറ്റി ഉണ്ട്, ഗാർഡ് ഉണ്ട്. പക്ഷെ എന്നാൽ എന്ത് കൊണ്ടാന്ന് വെച്ചാൽ ഭയങ്കര വലിച്ചു കൊണ്ടുപോകും, ശക്തിയായി വന്ന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് അവർ പറഞ്ഞു. ഓക്കെ സൂപ്പർ, അടിപൊളി, എൻജോയ്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. കുറച്ചും കൂടി റൈഡും കഴിഞ്ഞിട്ട് നേരെ കോവളം ഭാഗത്തോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ആഴിമല ഉണ്ട്, ആ ആഴിമലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ കായലും പുഴയും കടലും 3 ഒന്നിച്ച് ചേരുന്ന അപൂർവങ്ങളായ സ്ഥലത്തിൽ ഒന്നാണ് പൂവാർ കേട്ടോ. അതാണ് ഇതിന് ഇത്രയും ഭംഗി. അടിപൊളി നല്ല സംഭവമാണ്. പക്ഷേ വല്ലാതെ അങ്ങോട്ട് കടലിൽ ഇറങ്ങി കളിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോവാം. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അടിപൊളി റീൽസിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മളെ ഹിന്ദിക്കാർ, ടങ് ടങ് ടങ്. അച്ഛാ ഹേ, ബഹുത് അച്ഛാ ഹേ. അടിപൊളി. ഇത് എലിഫന്റ് പാറയാണ് കേട്ടോ ഇവിടെ എത്താൻ പോകുന്നത്. ആനപ്പാറ, അടുത്ത ബോട്ട് ഇതാ ഇതിനോട് അടിക്കുന്നു. എന്ത് മനോഹരല്ലേ പൂവാറിലെ സുന്ദരമായ മനോഹരമായ കോട്ടേജുകൾ, ഫ്ലോട്ടിംഗ് കോട്ടേജുകൾ. പൂവാർ ഐലൻഡ് ബീച്ചോട് ചേർന്നിട്ടുള്ള റിസോർട്ടാണത്. വെരി കോസ്റ്റ്ലി ആയിട്ടുള്ള റിസോർട്ടുകളാണ് അത്. മനോഹരമായ അടിപൊളി വ്യൂ ആണ് അവിടെ താമസിക്കുമ്പോൾ കിട്ടുക എന്നുള്ള ഒരു സംശയം കേട്ടോ. അങ്ങനെ ബൈ ബൈ പൂവാർ ഐലൻഡ്. പൂവാർ ദ്വീപ് യാത്ര, ബോട്ട് യാത്ര. വേണ്ടല്ലേ. ഓരോ സ്ഥലത്തെയും ട്രഡീഷണൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും ട്രഡീഷൻ ഇല്ല. ഇവിടെയും മന്തി തന്നെ രക്ഷ. കുഴപ്പമില്ലാത്ത മന്തിയാണ് കാണുമ്പോൾ. ഇനി തിന്നിട്ട് എന്താണെന്നുള്ള അഭിപ്രായം പറയാം. അടിപൊളി മന്തിയാണ്. മന്തി തിരക്കിടാത്ത മന്തിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഇനിയിപ്പം നേരെ ആഴിമല, സോമതീരം എന്നുള്ള ബീച്ചൊക്കെ ഉണ്ട്. അടിപൊളി ബീച്ചാണ് സോമതീരം. കോവളത്തിനെ പോലും വെല്ലുന്ന ബീച്ചാണെന്ന് പറഞ്ഞത്. ആ വഴിക്ക് അങ്ങനെ യാത്ര ചെയ്യുക. ഇതൊരു ബീച്ച് വഴി ഇങ്ങനെ പോവുകയാണ്. അപ്പം ബീച്ചിലെ താമസക്കാരും അവരെ സാധനം വെക്കുന്ന ഒക്കെയാണ് ഷെഡ്. ഇടത് ഭാഗത്ത് സാധനം വെക്കുന്ന ഷെഡാണ്, വലത് ഭാഗത്തുള്ളൊക്കെ വീടുകളാണ്. ബീച്ച് ഏരിയയിലുള്ള യാത്ര എത്ര സുന്ദരമാണെന്നറിയോ. അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് യാത്ര തന്നെ ചെയ്യണം. നമ്മുടെ ഈ കേരളത്തിൽ ബീച്ച് റോഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ റോഡ് അതിസുന്ദരമാണ്. പൂവാർ കഴിഞ്ഞ് കരിപ്പുറം എന്ന് പറഞ്ഞ ബീച്ചിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ബീച്ച് റോഡാണ്. മനോഹരമായി അടിപൊളി. ഓൾറെഡി നമ്മൾ 24 മിനിറ്റ് ആയി ഈ വീഡിയോ. നമുക്ക് ബാക്കി നാളെ കാണാം ഇതിനെ തുടർന്ന്. സോമതീരം ബീച്ചിലേക്കുള്ള എൻട്രൻസ് ആണിത്. സോമതീരം ബീച്ചിലേക്ക് നമ്മളെ വെൽക്കം ചെയ്തു.
സോമതീരം ബീച്ച്, ഇതാ വിശാലമായ ബീച്ച്. അത് മാത്രമല്ല ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാ ഇതല്ല. കണ്ട അവിടെയൊക്കെ നല്ല ബെഡിലൊക്കെ കട്ടിൽ കടന്നിട്ട് കണ്ടോ ഒരുപാട് വിദേശികളാണ്, മുഴുവനും വിദേശികളാണ്. സോമതീരം സൂപ്പറാണ്, അടിപൊളിയാണ്. നാളെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. ഓൾറെഡി വീഡിയോ ദൈർഘ്യം കൂടി, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബെനിഫിറ്റ് ചെയ്യാണ്. പിന്നെ ആഴിമല അമ്പലം, അതോട് പുതുതായിട്ട് വന്ന ഒരു ശിവന്റെ വലിയൊരു പ്രതിമയുണ്ട്. പിന്നെ അതുകൂടാതെ വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞം ബീച്ച്, പിന്നെ അതേപോലെ വിഴിഞ്ഞത്തെ ലൈഫ്, വിഴിഞ്ഞത്തുള്ള പാറപ്പുറത്തുള്ള മക്കാമ് പള്ളി, അത് കഴിഞ്ഞ് നേരെ കോവളം ബീച്ച് വഴി തന്നെ നമുക്ക് അടിച്ചുകൂടി. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരം ബഹുത്ത് അച്ചായ നല്ല അടിപൊളി വീഡിയോ ഒക്കെ വരാനുണ്ട്. ഒന്നിച്ച് നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീഡിയോ എപ്പോഴും ഡെയിലി അപ്ഡേറ്റ് ഉണ്ടാവില്ല. കാരണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് സമയക്കുറവുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോസ് അതുവഴി ഇങ്ങനെ കണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് നിൽക്കുക. ലൈക്ക് കമൻറ്റ് ഒന്നും മറക്കണ്ട. ബായ്.